സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന വലിയ ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജോസ് കാപ്പൻ എന്നാണ്. നമുക്ക് ജോസ് കാപ്പൻ എന്ന പേരിൽ ഒരു ടെലഗ്രാം ചാനലുണ്ട്. ജോയിൻ ചെയ്യാത്ത കുട്ടികൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് ക്ലാസ്സുകൾ മിസ്സാവാതെ കറക്റ്റ് അപ്ഡേഷൻസ് കിട്ടാൻ ആ ചാനൽ ഒത്തിരി സഹായിക്കും. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. സെർച്ച് ചെയ്താൽ മതി JOSCKAPPEN എന്ന്. സോ ഈ കവർ പേജിൽ തന്നെ അത് കിടപ്പുണ്ട്. ആ രീതിയിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ടെലഗ്രാം ചാനൽ കണ്ടുപിടിക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പലതരം സംഖ്യകൾ, കുറേ സംഖ്യകളെക്കുറിച്ച് പഠിച്ചു അല്ലേ. സംഖ്യകളെക്കുറിച്ച് പഠിച്ചു. പിന്നെ പലതരം സംഖ്യകൾ, രാമാനുജൻ സംഖ്യ, കാപ്രേക്കർ സ്ഥിരസംഖ്യ അല്ലേ, അങ്ങനെ പലതരം സംഖ്യകളൊക്കെ പഠിച്ചു. കുറച്ച് കണക്കുകൾ ചെയ്തു. ഇന്ന് നമ്മൾ ബാക്കി കുറച്ച് കണക്കുകൾ, ബേസിക് ലെവൽ കണക്കുകളാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരെയും ഒത്തിരി ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ക്ലാസ്സിലേക്ക്, വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ മക്കളെ, എന്താണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ഇന്ന് നമ്മൾ ഏതൊക്കെ ചോദ്യങ്ങളാണ് പഠിക്കുന്നത് എന്ന് പരിചയപ്പെടാം. ആദ്യത്തെ ചോദ്യം, 72നെ അഭാജ്യ ഘടകങ്ങൾ ആക്കിയാൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓപ്ഷൻസ് തരും. ഇത് ഒരിക്കലും എക്സാമിന് വന്നിട്ടുണ്ട്. 72നെ അഭാജ്യ ഘടകങ്ങളാക്കുക എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ എടുത്തെഴുതുന്നതിനെയാണ് അഭാജ്യ ഘടകങ്ങളാക്കുക എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു സംഖ്യ തന്നിട്ട് അതിനെ അഭാജ്യ ഘടകങ്ങളാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട ദാസ. നിങ്ങൾ ചെയ്യേണ്ടത് 72നെ അങ്ങോട്ട് ഫാക്ടറൈസ് ചെയ്യുക. 72നെ ഫാക്ടറൈസ് ചെയ്യുക, ഘടകക്രിയ ചെയ്യുക എന്ന് വരും, പറയും അല്ലേ. സൈഡിൽ പ്രൈം നമ്പർ എടുത്തോണം. നേരെ 36 കൊണ്ട് ഒറ്റ വെട്ടിയേക്കരുത്, പ്രൈം നമ്പർ എടുക്കണം. സോ 72നെ 2 വെച്ച് ചെയ്യാം. എത്ര തവണ? 36. വീണ്ടും 2 വെച്ച് ചെയ്യാം. എത്ര തവണ? 18. വീണ്ടും 2 വെച്ച് ചെയ്യാം. എത്ര തവണ? 9 അല്ലേ. വീണ്ടും 3 വെച്ച് ചെയ്യാം. എത്ര തവണ? 3 ആണോ? അപ്പം ഞാൻ 72നെ അഭാജ്യ ഘടകങ്ങളാക്കി. 2, 36, 2 വെച്ച് 18, 2 വെച്ച് 9, 3 വെച്ച് 3. അവസാനം ഒരു പ്രൈം നമ്പർ വരുമ്പോൾ നിർത്തിക്കോണം. അവസാനം ഒരു പ്രൈം നമ്പർ വരുമ്പോൾ നിർത്തിക്കോണം കേട്ടോ. അപ്പോൾ സൈഡിലത്തേത് 2 × 2 × 2 × 3 × 3 ആണ്. അപ്പോൾ സൈഡിൽ പ്രൈം നമ്പറേ എടുക്കാവുള്ളൂ, മറക്കരുത്. അവസാനം ഒരു പ്രൈം നമ്പർ വന്നാൽ പിന്നെ ചെയ്യരുത്, നിർത്തിക്കണം. ഇനി മനസ്സിലാക്കുക, ഈ പുറത്ത് കിടക്കുന്നതെല്ലാം ഗുണിക്കുന്നതായിരിക്കും 72 എന്ന് പറഞ്ഞാൽ 72നെ എനിക്ക് ഇങ്ങനെ എഴുതാം മക്കളെ. 2 × 2 × 2 × 3 × 3 ആണ് 72 എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ കുറച്ചുകൂടെ ഒന്ന് വൃത്തിക്ക് എടുത്ത് എഴുതാനാണെങ്കിൽ 72 = 2കൾ 3 എണ്ണം ഉണ്ട്, അപ്പോൾ 2 ക്യൂബ് എന്ന് എഴുതാം. 3കൾ 2 എണ്ണം ഉണ്ട്, അപ്പം 3 സ്ക്വയർ എന്ന് എഴുതാം. അപ്പം ഇതാണ് 72നെ അഭാജ്യ ഘടകങ്ങളാക്കി എഴുതിയാൽ വരുന്നത്. 2 ക്യൂബ് × 3 സ്ക്വയർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 2 ക്യൂബ് × 3 സ്ക്വയർ. അപ്പം ഇങ്ങനെ എഴുതുന്നതിനെയാണ് അഭാജ്യ ഘടകങ്ങളാക്കി എഴുതുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 72നെ അഭാജ്യ ഘടകങ്ങളാക്കി എഴുതിയാൽ എങ്ങനെ വരും എന്ന് ചോദിച്ചാൽ ഇതാണ് 72നെ അഭാജ്യ ഘടകങ്ങളാക്കി എഴുതിയാൽ വരുന്നത്. 2 ക്യൂബ് × 3 സ്ക്വയർ ആണ് ഉത്തരം. ഇങ്ങനെ എഴുതുന്നതിനെയാണ് അഭാജ്യ ഘടകങ്ങളാക്കുക എന്ന് പറയുന്നത് കേട്ടോ. പഠിച്ചോണം. ഫാക്ടറൈസ് ചെയ്യുക. ഫാക്ടറൈസ് ചെയ്യുമ്പം, ഘടകക്രിയ ചെയ്യുമ്പോൾ സൈഡിൽ പ്രൈം നമ്പേഴ്സ് എടുക്കുക. അവസാനം ഒരു പ്രൈം നമ്പർ വന്നാൽ നിർത്തുക. എന്നിട്ട് ഇങ്ങനെ എടുത്ത് എഴുതുന്നതിനെയാണ് അഭാജ്യ ഘടകങ്ങളാക്കി എഴുതുക എന്ന് പറയുന്നത് കേട്ടോ. റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 108നെ 108ൻ്റെ അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം, പ്രൈം ഫാക്ടേഴ്സിൻ്റെ എണ്ണം. അപ്പോൾ ഇത് ഒരു ചോദ്യമാണ്. പ്രൈം ഫാക്ടേഴ്സിൻ്റെ എണ്ണം കാണാൻ പറയും. 108ൻ്റെ അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം കാണുക എന്ന് ചോദിച്ചാൽ 108നെ നിങ്ങൾ ഫാക്ടറൈസ് ചെയ്യണം. 108നെ ഫാക്ടറൈസ് ചെയ്യണം. ഓക്കെ. 2 വെച്ച് 54 മക്കളെ. വീണ്ടും 2 വെച്ച് 27 ആണോ? വീണ്ടും 3 വെച്ച് 9 അല്ലേ? വീണ്ടും 3 വെച്ച് 3 ശരിയാണോ?
അപ്പോൾ എനിക്ക് മനസ്സിലായി 108 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ഇൻറ്റു 3 ക്യൂബാണ്. 3 ഇല്ലേ? അപ്പം ഞാൻ അഭാജ്യ ഘടകങ്ങളാക്കി എഴുതി. ഇനി അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം കാണാൻ നിങ്ങളോട് ചോദിച്ചാൽ, പ്രൈം ഫാക്ടേഴ്സിൻ്റെ എണ്ണം കാണാൻ ചോദിച്ചാൽ ഈ പവറുകളില്ലേ, പവറുകൾ തമ്മിൽ കൂട്ടി എഴുതിയാൽ മതി. പവറുകൾ തമ്മിൽ കൂട്ടി എഴുതിയാൽ മതി. 2 + 3 5 ഇതിൻ്റെ ഉത്തരം. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം നോക്കാം. 2700ൻ്റെ അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം. 2700ൻ്റെ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം മക്കളെ? 2700നെ ഘടകക്രിയ ചെയ്യണം. ആണോ? യെസ്. 3 വെച്ച് ചെയ്യാം, നമുക്ക് 900 എന്ന് വരും. ആണോ? വീണ്ടും 3 വെച്ച് ചെയ്യാം, നമുക്ക് 300 എന്ന് വരും. വീണ്ടും 3 വെച്ച് ചെയ്യാം, നമുക്ക് 100 എന്ന് കിട്ടും. ഇനി 2 വെച്ച് ചെയ്യാം, നമുക്ക് 50 എന്ന് വരും. 2 വെച്ച് ചെയ്യാം 25 എന്ന് വരും. 5 വെച്ച് ചെയ്യാം 5 എന്ന് വരും. എഴുതിയത് ക്ലിയർ ആണോ? ആണ്. അപ്പോൾ എടുത്ത് എഴുതുമ്പോൾ എങ്ങനെ കിട്ടും? 2700 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും മക്കളെ? 3 ക്യൂബ് എസ് ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ. 3 ക്യൂബ് ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ. ആണോ? ഈ പവറുകളെല്ലാം കൂടെ കൂട്ടുന്നതായിരിക്കും ഉത്തരം. 3ഉം 2ഉം 5ഉം 2ഉം 7 നമ്മുടെ ഉത്തരം. ആൻസർ 7 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. ഇങ്ങനെയാണ് അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം കാണുന്നത് കേട്ടോ. യെസ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. 2⁵5 ഇൻറ്റു 5⁵3 ഇൻറ്റു 7⁸8 ഇതിൻ്റെ അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം. ഇത് നല്ല എളുപ്പ പരിപാടിയാണ് അല്ലേ? ഫാക്ടറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം ഇവർ തന്നെ തന്നിട്ടുണ്ട്. അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം കാണാൻ ഈ പവറുകളെല്ലാം കൂട്ടി എഴുതിയാൽ മതി, വേറെ പരിപാടിയൊന്നുമില്ല. 8 × 8 16 ആൻസർ. ഓപ്ഷൻ സി കറക്റ്റ്. കണ്ടോ? ഇവർ തന്നെ അഭാജ്യ ഘടകങ്ങളാക്കി തന്നേക്കുക. പിന്നെ പവർ വെറുതെ കൂട്ടി എഴുതിയാൽ അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം കിട്ടും. ടെക്നിക്ക് മനസ്സിലായോ? സോ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്തത് താഴെ പറയുന്നവയിൽ അഭിന്നകം ഏത്? നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ് അഭിന്നകം എന്ന്. എന്താ അഭിന്നകം? ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ ക്രമരഹിതമായി ആവർത്തിക്കുന്ന സംഖ്യകളാണ് അഭിന്നകങ്ങൾ അല്ലേ? അപ്പം ദശാംശ രൂപത്തിൽ എഴുതുമ്പം ക്രമരഹിതമായി ആവർത്തിച്ചേക്കുന്നത് ഓപ്ഷൻ ഡി അല്ലേ മക്കളെ? ദശാംശ രൂപത്തിൽ എഴുതുമ്പം ആവർത്തിക്കണം, ക്രമരഹിതമായി ആവർത്തിക്കണം. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബാക്കി ഓപ്ഷൻ എ ആവർത്തിക്കുന്നുണ്ട് പക്ഷെ ക്രമമാണ്. ഓപ്ഷൻ ബി അല്ലാത്തതിന് കാരണം ആവർത്തിക്കാത്തത് കൊണ്ടാണ് അഭിന്നകമാകാത്തത്. √4 കറക്റ്റ് ഉത്തരവുണ്ട് 2, അതുകൊണ്ട് അഭിന്നകമല്ല. യെസ്, ഓപ്ഷൻ ഡി ആവർത്തിക്കുന്നുകൊണ്ട് ക്രമരഹിതവുമാണ്. ക്രമരഹിതമായി ആവർത്തിക്കുന്ന സംഖ്യകളാണ് അഭിന്നകം. ഉദാഹരണം π, √2, √3 എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ശരി, അപ്പോൾ അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഭിന്നകം? ആണോ? യെസ്, നമുക്കറിയാം p/q ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നവയെല്ലാം ഭിന്നകങ്ങളാണ്. ആണോ? അപ്പം ഇതിൽ ഏതാണ് മക്കളെ ഭിന്നകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0 ഒരു ഭിന്നകമാണ് അല്ലേ? π വരുന്നത് അഭിന്നകമാണെന്ന് നമുക്കറിയാം. ഓപ്ഷൻ ബി അങ്ങനെ. √3 വരുന്ന അഭിന്നകമാണ് ഓപ്ഷൻ എ. √149 അതും അഭിന്നകമാണ്. അപ്പോൾ ഇതിൽ ഭിന്നകമായിട്ട് വരുന്ന ഏതാ? 0 ആണ് കേട്ടോ. അതായത് ഈ ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ ക്രമരഹിതമായി ആവർത്തിക്കുന്നതല്ലാതെ എല്ലാം ഭിന്നകങ്ങളാണ്. 0 ഭിന്നകമാണ്, പോസിറ്റീവ് സംഖ്യകൾ, നെഗറ്റീവ് സംഖ്യകളൊക്കെ ഭിന്നകങ്ങളാണ്. അപ്പോൾ ഇവിടെ ഭിന്നകം ഏതാണെന്ന് ചോദിച്ചിട്ട് 0 തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ സംശയമൊന്നും വേണ്ട, 0 ഒരു ഭിന്നകമാണ് കേട്ടോ. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ രാമാനുജൻ നമ്പർ അല്ലാത്തത് ഏത്? മക്കളെ നമുക്കറിയാം 1729 എന്ന സംഖ്യയാണ് രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നത്. അത് 12ന്റെ ക്യൂബ് പ്ലസ് 1ന്റെ ക്യൂബാണ്. അത് തന്നെയാണ് 10ന്റെ ക്യൂബ് പ്ലസ് 9ന്റെ ക്യൂബ്. അപ്പോൾ രാമാനുജൻ സംഖ്യ അല്ലാത്തത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം,
-8ന്റെ കേവല വില അബ്സല്യൂട്ട് വാല്യൂ. നമുക്കറിയാം ഒരു സംഖ്യയുടെ കേവല വില എന്ന് പറഞ്ഞാൽ ആ സംഖ്യയ്ക്ക് 0യിൽ നിന്നുള്ള അകലമാണ്. അപ്പോൾ -8ന്റെ കേവല വില എന്ന് ചോദിച്ചാൽ അത് +8 ആണ്. മൈനസ് വാല്യൂ ഉള്ളതിൻ്റെ കേവല വില എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് സംഖ്യയായിരിക്കും. പോസിറ്റീവ് വാല്യൂ ഉള്ളതിന് കേവല വില എന്ന് പറഞ്ഞാൽ ആ പോസിറ്റീവ് വാല്യൂ തന്നെയായിരിക്കും. കാരണം 0യിൽ നിന്നുള്ള അകലം എപ്പോഴും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഇപ്പോൾ -8ന്റെ കേവല വില ചോദിച്ചാലും -5ന്റെ കേവല വില ചോദിച്ചാലും ഒക്കെ അതിൻ്റെ പ്ലസ് വാല്യൂ ആയിരിക്കും കേട്ടോ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ദൈവത്തിൻ്റെ നമ്പർ എന്നറിയപ്പെടുന്നു. ഇങ്ങനെ ഒരിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചപ്പോൾ തന്ന ആൻസർ 777 ആണ് കേട്ടോ. 20 എന്ന് പറഞ്ഞും കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ നമ്പർ എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദിച്ച് എക്സാമിന് തന്നപ്പം അവിടെ ഉത്തരം 777 ആയിരുന്നു PSCയുടെ. ഓക്കെ, അടുത്തത് നവശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? നവശേഷം ഞാൻ പറഞ്ഞായിരുന്നത് നവം 9, ശേഷം ശിഷ്ടം. 9 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടത്തെ പറയുന്ന പേരാണ് നവശേഷം. ഓക്കെ, 9 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടത്തെ പറയുന്ന പേരാണ് നവശേഷം. ഇനി നവശേഷം കണ്ടുപിടിക്കാൻ, അതായത് ഒരു സംഖ്യ 9 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം കാണാൻ എളുപ്പമാർഗമുണ്ട്. ശ്രദ്ധിച്ച് കേട്ടോ. അപ്പോൾ ഇതല്ലേ അവർ തന്നേക്കുന്ന സംഖ്യ ആണോ? ഇങ്ങനെ ഒരു സംഖ്യ തന്നിട്ട് ഇതിനെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം വരും എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നവശേഷം എത്രയാണെന്ന് ചോദിച്ചാൽ ചെയ്യാനുള്ള മാർഗം വേറൊന്നുമില്ല മക്കളെ. ഒരു സംഖ്യയെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം വരും എന്നറിയാൻ ഈ സംഖ്യയിലെ അക്കങ്ങൾ കൂട്ടുമ്പോൾ 9 കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ വെട്ടിക്കളയാം. ഉദാഹരണം 7ഉം 2ഉം 9 അല്ലേ, വെട്ടി. 6ഉം 3ഉം 9 അല്ലേ, വെട്ടി. ബാക്കി എത്രയുണ്ട്? 4 ഉണ്ട്. ഇതാണ് ഈ സംഖ്യ 9 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം. ഒരു സംഖ്യ 9 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം കാണാൻ ഇങ്ങനെ ചെയ്താൽ മതി. കേൾക്കുന്നുണ്ടോ? ഈ സംഖ്യ 9 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം കാണാൻ ഇങ്ങനെ ചെയ്താൽ മതി. അതായത് കൂട്ടുമ്പോൾ 9 വരുന്ന എല്ലാം വെട്ടിക്കളയുക. ചിലപ്പോൾ ഒരു 9 മാത്രമായിട്ട് കാണും, വെട്ടിക്കളയുക. 2 എണ്ണം കൂട്ടുമ്പോൾ ചിലപ്പോൾ 9 വരും, വെട്ടിക്കളയുക. 3 എണ്ണം കൂട്ടുമ്പോൾ ചിലപ്പോൾ 9 വരും, വെട്ടിക്കളയുക. ഇങ്ങനെ കൂട്ടുമ്പോൾ 9 വരുന്ന എല്ലാം വെട്ടിക്കളഞ്ഞാൽ അവസാനം വരുന്നതായിരിക്കും അതിൻ്റെ നവശേഷം. ഇനി അവസാനം 2 സംഖ്യകളുണ്ടെങ്കിൽ കൂട്ടി എഴുതണം. ഞാൻ പറയാം, വേറെ ഉദാഹരണം കാണിച്ചു തരാം. 2, 7, 9, 4, 5, 1, 3 ഈ സംഖ്യയുടെ നവശേഷം കാണണമെന്ന് വിചാരിച്ചു. അതായത് 9 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? കൂട്ടുമ്പോൾ 9 വരുന്നതെല്ലാം വെട്ടിക്കളയുക. ഇവിടെ ഒരു 9 ഉണ്ട്, വെട്ടിക്കളഞ്ഞു. 5ഉം 4ഉം 9 വെട്ടിക്കളഞ്ഞു. 2ഉം 7ഉം 9 വെട്ടിക്കളഞ്ഞു. ബാക്കി 1ഉം 3ഉം ഉണ്ട് അല്ലേ. ഇത് കൂട്ടി എഴുതുക. 1 + 3, ഇവിടെ 4 നവശേഷം. പറഞ്ഞ മനസ്സിലായോ? 9 എല്ലാം പോയി കഴിഞ്ഞ് ബാക്കിയുള്ളത് കൂട്ടി എഴുതിയാൽ മതി. അതാണ് അതിൻ്റെ നവശേഷം എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണോ മക്കളെ? വേറെ ഉദാഹരണം എഴുതാം. 5, 2, 1, 9, 7, 2, 1, 9, 3. ഓക്കെ, 9 വേണ്ട, 8, 3. ഓക്കെ, ഇതിൻ്റെ നവശേഷം കാണണം. അതായത് ഇതിനെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം കാണണം. 9 എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ വെട്ടിക്കളയാം. ഈ 9 വെട്ടി. 5ഉം 2ഉം 7ഉം 1 8ഉം 1 9 വെട്ടി. 7ഉം 2ഉം 9 വെട്ടി. ബാക്കി 8ഉം 3ഉം ഉണ്ട്. 8ഉം 3ഉം 11 അല്ലേ. 11 വീണ്ടും കൂട്ടുക അക്കങ്ങൾ 2. അപ്പോൾ ഇതിൻ്റെ നവശേഷം 2 ആണ്. 9 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 ആണ്. 11 വരില്ലല്ലോ. 8ഉം 3ഉം 11 അല്ലേ കിട്ടിയത്. 11 കിട്ടിയ 9 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരിക്കലും 11 ശിഷ്ടം വരില്ല. അതിലെ അക്കങ്ങൾ വീണ്ടും കൂട്ടണം. 1 കൂട്ടുമ്പോൾ 2 കിട്ടും. അപ്പോൾ ഇതിൻ്റെ നവശേഷം 9 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 ആണ്. ക്ലിയർ ആണോ ചെയ്തത്? അപ്പോൾ ഇങ്ങനെയാണ് 9 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം കാണാൻ എളുപ്പമാർഗം. അതായത് വേറെ ഒന്നുമില്ല മക്കളെ. കൂട്ടുമ്പോൾ 9 കിട്ടുന്ന എല്ലാം വെട്ടി കളയുക. ബാക്കി വരുന്നത് കൂട്ടിയെടുക്കുക. അതാണ് 9 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം. ഇപ്പോൾ ഇവിടെ ബാക്കി വരുന്നത് കൂട്ടിയപ്പോൾ നമുക്ക് 11 കിട്ടി. അപ്പോൾ അത് വീണ്ടും കൂട്ടുക. കണ്ടു? അങ്ങനെ അവസാനം വരുന്ന ഒറ്റ അക്കമായിരിക്കും 9 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം ആയിട്ട് അറിയപ്പെടുന്നത്. ഇവിടെ ബാക്കി 1ഉം 3ഉം വന്നു, കൂട്ടിയെടുക്കുക 4. കണ്ടോ? ഇവിടെ ബാക്കി 4 മാത്രം വന്നു. അപ്പോൾ അതാണ് നവശേഷം, 9 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം. ഇവിടെ ബാക്കി 1ഉം 3ഉം വന്നു, അത് കൂട്ടി 4 എടുക്കുക. അതാണ് 9 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം. ഇവിടെ ബാക്കി 8ഉം 3ഉം വന്നു, അത് കൂട്ടി 11 എടുക്കുക. 11 എന്തായാലും ശിഷ്ടം വരികയല്ലോ 9 കൊണ്ട് ഹരിക്കുമ്പോൾ.
9 കൊണ്ട് ഹരിക്കുമ്പോൾ 9-ൽ താഴെ ശിഷ്ടം വരത്തുള്ളൂ. 11 വന്നാൽ വീണ്ടും അത് കൂട്ടുക, ഒന്നും കൂട്ടി 2 എടുക്കുക കേട്ടോ. ശരി, നെക്സ്റ്റ് സങ്കലനത്തിൻ്റെ അനന്യതം നമ്മൾ ഓൾറെഡി പറഞ്ഞു നേരത്തെ വീഡിയോയിൽ. ഇത് 3ാമത്തെ പാർട്ട് വീഡിയോയാണ്. 1ാമത്തെയും 2ാമത്തെയും പാർട്ട് വീഡിയോ കാണാത്തവർ അത് കണ്ടിരിക്കണം കേട്ടോ, എന്നിട്ടേ ഇത് കാണാവുള്ളൂ. ശരി, അനന്യതം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സങ്കലനത്തിൻ്റെ അനന്യതം, അതായത് കൂട്ടുന്നതിലെ അനന്യതം എന്ന് പറഞ്ഞാൽ ഏതാണ്? 0 ആണോ? അതായത് ഒരു സംഖ്യയ്ക്ക് ഒരു സംഖ്യയുടെ മൂല്യത്തിന് മാറ്റം വരാതെ അതിനോട് കൂട്ടാൻ കഴിയുന്നതിനെയാണ് അതിൻ്റെ അനന്യതം എന്ന് പറയുന്നത്. കൂട്ടുമ്പം അനന്യതം 0 കാരണം എക്സ് എന്ന സംഖ്യയ്ക്ക് മാറ്റം വരാതെ അതിനോട് 0 കൂട്ടിയേ പറ്റും. ഒരു സംഖ്യയ്ക്ക് മൂല്യത്തിന് മാറ്റം വരാതെ അതിനോട് കൂട്ടാൻ കഴിയുന്നതിനെയാണ് അതിൻ്റെ അനന്യതം എന്ന് പറയുന്നത്. അപ്പോൾ സങ്കലനത്തിൻ്റെ അനന്യതം എന്ന് പറഞ്ഞാൽ 0. എന്നാൽ ഗുണനത്തിലെ അനന്യതം എന്ന് പറഞ്ഞാൽ 1. കാരണം ഗുണിക്കുമ്പം ആ സംഖ്യയ്ക്ക് മൂല്യത്തിന് മാറ്റം വരാതെ ഗുണിക്കാൻ പറ്റുന്ന 1 കൊണ്ട് ഗുണിക്കുമ്പോഴാണ്. അപ്പോൾ ഗുണനത്തിലെ അനന്യതം എന്ന് പറഞ്ഞാൽ 1, സങ്കലനത്തിലെ അനന്യതം എന്ന് പറഞ്ഞാൽ 0 കേട്ടോ. അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി -2/3 ഗുണന വിപരീതം ഏത്? മക്കളെ, ഗുണന വിപരീതം എന്ന് പറഞ്ഞാൽ എന്താ? ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒരു സംഖ്യയുടെ ഗുണന വിപരീതം കാണാൻ പറഞ്ഞാൽ ആ സംഖ്യയുടെ റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പോൾ -2/3 ഗുണന വിപരീതം എന്ന് പറഞ്ഞാൽ -3/2. ചിഹ്നം മാറ്റരുത്, സംഖ്യ നേരെ തിരിച്ചെഴുതിയാൽ മാത്രം മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു മിശ്രഭിന്നം തന്നിട്ടുണ്ട് -2 2/3 ആണോ? ഇതിൻ്റെ ഗുണന വിപരീതം കാണാനാണ് പറഞ്ഞേക്കുന്നത് ആണോ? ഈ മിശ്രഭിന്നത്തെ ആദ്യം വിഷമ ഭിന്നമാക്കണം. അതിന് ഇവ തമ്മിൽ ഗുണിക്കണം. 3 × 2 6 +2 8 8/3 എന്ന് കിട്ടും ആണോ? മൈനസ് ചിഹ്നം അവിടെ ഉണ്ട്. അപ്പോൾ 2ഉം 3-ൽ 2-നെ ഞാൻ വിഷമ ഭിന്നമാക്കി, അതൊരു മിശ്രഭിന്നമായിരുന്നു. 3 × 2 6 +2 8 8/3 ആണ്. ഇനി എന്ത് കാണണം? ഇതിൻ്റെ ഗുണന വിപരീതം കാണാൻ നേരെ തിരിച്ചെഴുതിയാൽ മതി, -3/8. അപ്പം ഈ 2ഉം 3-ൽ 2 എന്ന് പറഞ്ഞാൽ -8/3. -8/3 ഗുണന വിപരീതം കാണാൻ -3/8 ചെയ്താൽ മതി അല്ലേ? ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗുണന വിപരീതം ഇല്ലാത്ത സംഖ്യ ഏതാ മക്കളെ? ഗുണന വിപരീതം ഇല്ലാത്ത സംഖ്യ 1. 1ന്റെ ഗുണന വിപരീതം 1/1 ഒന്ന് തന്നെയല്ലേ? അപ്പൊ ഗുണന വിപരീതം ഇല്ലാത്ത സംഖ്യ 1 കേട്ടോ. അടുത്തത് 3/5 സങ്കലന വിപരീതം ആണോ? സങ്കലന വിപരീതം കാണാൻ പറഞ്ഞാൽ അതിൻ്റെ ചിഹ്നം മാറ്റി എഴുതിയാൽ മതി. 3/5 സങ്കലന വിപരീതം -3/5. അതായത് 3/5 എന്ന് പറഞ്ഞാൽ പ്ലസ് അല്ലേ? +3/5 സങ്കലന വിപരീതം -3/5. ഓക്കെ, അടുത്തത് -9/11 സങ്കലന വിപരീതം കാണാൻ പറഞ്ഞാൽ +9/11. ചിഹ്നം മാറ്റി എഴുതുന്നതിനെയാണ് സങ്കലന വിപരീതം എന്ന് പറയുന്നത്. സങ്കലന വിപരീതമില്ലാത്ത സംഖ്യ 0. സങ്കലന വിപരീതമില്ലാത്ത സംഖ്യ 0. നമുക്കിനി ചോദ്യങ്ങൾ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 എന്ന് പറഞ്ഞ് പഠിക്കാം. അപ്പോൾ ആദ്യത്തെ കുറേ ചോദ്യങ്ങളും പലതരം സംഖ്യകളും ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ടൈപ്പ് 1 ചോദ്യങ്ങൾ പരിചയപ്പെടാം. മക്കളെ, ടൈപ്പ് 1 ചോദ്യങ്ങൾ പരിചയപ്പെടുവാണ്. ആദ്യത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ 0-ന് തുല്യമാകാത്തത് ഏത്? എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ്. 0-ന് തുല്യമാകാത്തത് ഏത്? മക്കളെ, ഓപ്ഷൻ എ 0 × 1 എന്ന് പറഞ്ഞാൽ 0 ആണ് അല്ലേ? ആണ്. ഇനി അടുത്തത് നോക്കണേ, 0 × 0 എന്താണ്? 0 തന്നെയാണ് കേട്ടോ. 0 ÷ 1 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. 1 ÷ 0 ഈസ് നോട്ട് ഡിഫൈൻഡ്. 1 ÷ 0 നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പൊ 0-ന് തുല്യമാകാത്തത് ഏതെന്ന് ചോദിച്ചാൽ മക്കളെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 0 × 1 0 ആണ്, 0 × 0 0 ആണ്, 0 ÷ 1 എന്ന് പറഞ്ഞാൽ 0 ആണ് അല്ലേ? പക്ഷെ 1 ÷ 0 എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആണ്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. മുന്നോട്ട് പോവാം. അടുത്തത്, 1 മുതൽ 100 വരെ എഴുതുമ്പോൾ 9 എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നു? ഇതാണ് ചോദ്യമേ.
1 മുതൽ 100 വരെ എഴുതുമ്പോൾ 9 എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നു? മക്കളെ, ഇത് റിപ്പീറ്റ് ആയിട്ട് വന്ന ഒരു ചോദ്യമാണ്. മക്കളെ, 1 മുതൽ 100 വരെ എഴുതുമ്പോൾ 9 എത്ര തവണ ആവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് നോക്കാം. 1 9, പിന്നെ 19, 29, 39, 49, 59, 69, 79, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99 2 തവണയുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണി നോക്കിയാൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. അപ്പോൾ 1 മുതൽ 100 വരെ എഴുതുമ്പം 9 20 തവണ ആവർത്തിക്കുന്നുണ്ട്. 20 തവണ കേട്ടോ. അപ്പം 9 20 തവണ ആവർത്തിക്കുന്നു. അപ്പം നിങ്ങൾ കാണാതെ പഠിക്കണം. 1 മുതൽ 100 വരെ എഴുതുമ്പോൾ 2 മുതൽ 9 വരെയുള്ള എല്ലാ സംഖ്യകളും മക്കളെ 20 തവണ വീതം ആവർത്തിക്കും. 2 മുതൽ 9 വരെയുള്ള എല്ലാ സംഖ്യകളും 20 തവണ വീതം ആവർത്തിക്കും. 1 മുതൽ 100 വരെ എഴുതുമ്പോൾ 2 മുതൽ 9 വരെയുള്ള എല്ലാ സംഖ്യകളും 20 തവണ വീതം ആവർത്തിക്കും. എന്ന് പറഞ്ഞാൽ 2 എന്ന സംഖ്യ 20 തവണ ആവർത്തിക്കും. 3 എന്ന സംഖ്യയും 20 തവണ ആവർത്തിക്കും. 4 എന്ന സംഖ്യയും 20 തവണ. 5 എന്ന സംഖ്യയും 20 തവണ. 2 മുതൽ 9 വരെയുള്ള എല്ലാ സംഖ്യകളും 20 തവണ ആവർത്തിക്കുന്നത്. 9 മാത്രമല്ല. അപ്പൊ ഈ ചോദ്യം പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. 2 എത്ര തവണ ആവർത്തിക്കും? 1 മുതൽ 100 വരെ എഴുതുമ്പം 20. 3 എത്ര തവണ ആവർത്തിക്കും? 1 മുതൽ 100 വരെ എഴുതുമ്പോൾ 20. 4 എത്ര തവണ ആവർത്തിക്കും? 1 മുതൽ 100 വരെ എഴുതുമ്പോൾ 20. അപ്പോൾ 1 മുതൽ 100 വരെ എഴുതുമ്പോൾ 2 മുതൽ 9 വരെയുള്ള എല്ലാ സംഖ്യകളും മക്കളെ 20 തവണ വീതമാണ് ആവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ 20 തവണ കാണാതെ പഠിച്ചോണേ. ഇനി 1 എന്ന സംഖ്യ 21 തവണ ആവർത്തിക്കും കേട്ടോ. 1 21 തവണ ആവർത്തിക്കും. കാരണം 100 എന്ന് പറയുമ്പോൾ വീണ്ടും 1 വരുമല്ലോ. 0 എന്ന സംഖ്യ 11 തവണ മാത്രമേ ആവർത്തിക്കുള്ളൂ. 0 എന്ന സംഖ്യ 11 തവണ 1 മുതൽ 100 വരെ എഴുതുമ്പോൾ. അപ്പൊ ഇതൊക്കെ ഒന്ന് പഠിച്ചേ. ഒന്നുകൂടെ പറയട്ടെ. 1 മുതൽ 100 വരെ എഴുതുമ്പോൾ 2 മുതൽ 9 വരെയുള്ള എല്ലാ സംഖ്യകളും 20 തവണ ആവർത്തിക്കും. 0 11 തവണ, 1 21 തവണ ആവർത്തിക്കും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാണാതെ പഠിച്ചോണം കേട്ടോ. നെക്സ്റ്റ്, 1 മുതൽ 100 വരെയുള്ള സംഖ്യയിൽ 4 എത്ര പ്രാവശ്യം ആവർത്തിക്കും? നമ്മൾ മുമ്പേ പറഞ്ഞതാണ്, 20 തവണ ആവർത്തിക്കും. അടുത്ത ചോദ്യം, ഒരു ടെലഫോൺ ഡയലിലെ അക്കങ്ങളുടെ എല്ലാം ഗുണനഫലം. മക്കളെ, ഒരു ടെലഫോൺ ഡയലിലെ അക്കങ്ങളുടെ എല്ലാം ഗുണനഫലം 0 ആണ്. എന്താ സേട്ടാ കാരണം? ടെലഫോൺ ഡയലിൽ 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഇതെല്ലാം കൂടെ കുടിച്ചാൽ 0 ആയി പോകും. കാരണം ഇടയ്ക്ക് ഒരു 0 കിടപ്പുണ്ട്, അതുകൊണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, സ്ക്വയറായും ക്യൂബായും വരുന്ന രണ്ടക്ക സംഖ്യ ഏത്? സ്ക്വയറായും ക്യൂബായും വരുന്ന രണ്ടക്ക സംഖ്യ അല്ലേ? സ്ക്വയറായും ക്യൂബായും വരുന്ന രണ്ടക്ക സംഖ്യ. ഓക്കെ, എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആയിട്ടും ക്യൂബായിട്ട് യൂസ് ചെയ്യാൻ പറ്റണം. ഏതാ മക്കളെ? 64 അല്ലേ? അതായത് 8ന്റെ സ്ക്വയർ അല്ലേ 64 ആണ്. 4ന്റെ ക്യൂബ് അല്ലേ 64. അപ്പൊ സ്ക്വയറായും ക്യൂബായും എഴുതാൻ കഴിയുന്ന ഒരു രണ്ടക്ക സംഖ്യ 64. സ്ക്വയറായിട്ടും എഴുതാൻ പറ്റും, ക്യൂബായിട്ടും എഴുതാൻ പറ്റും കേട്ടോ. അതുപോലെ 729 പറ്റും. 27ന്റെ സ്ക്വയർ ആണ് 729. അതുപോലെ 9ന്റെ ക്യൂബാണ് 729. കണ്ടോ? അപ്പൊ 64 സ്ക്വയർ ആയിട്ടും ക്യൂബായിട്ടും എഴുതാൻ പറ്റും. 729 അങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ നമുക്ക് എക്സാമിന് വന്ന ചോദ്യങ്ങളാണ്. പഠിച്ചു വെച്ചേക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, അടുത്ത ചോദ്യം. സ്ക്വയറായും ക്യൂബായും എഴുതാൻ കഴിയുന്ന മൂന്നക്ക സംഖ്യ 729 ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത്, 1ന്റെ സ്ഥാനത്തും 10ന്റെ സ്ഥാനത്തും വ്യത്യസ്ത അക്കങ്ങളുള്ള എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? മക്കളെ, 1ന്റെ സ്ഥാനത്തും 10ന്റെ സ്ഥാനത്തും വ്യത്യസ്ത അക്കങ്ങളുള്ളത്. ഉദാഹരണം 23.
ഇതിൻ്റെ 1ൻ്റെ സ്ഥാനത്ത് 3ഉം 10ൻ്റെ സ്ഥാനത്ത് 2ആ. വ്യത്യസ്ത അക്കങ്ങളല്ലേ. 64 1ൻ്റെ സ്ഥാനത്ത് 4ഉം ഒറ്റയുടെ സ്ഥാനത്ത് 4ഉം 10ൻ്റെ സ്ഥാനത്ത് 6ആ. വ്യത്യസ്ത അക്കങ്ങളല്ലേ. അപ്പോൾ ഒറ്റയുടെയും 10ൻ്റെയും സ്ഥാനത്ത് വ്യത്യസ്ത അക്കങ്ങളുള്ള എത്ര രണ്ടക്ക സംഖ്യകളുണ്ടെന്നല്ലേ ചോദ്യം ആണ്. ആദ്യം നമുക്ക് എത്ര രണ്ടക്ക സംഖ്യകളുണ്ടെന്ന് നോക്കാം. രണ്ടക്ക സംഖ്യകൾ തുടങ്ങുന്നത് 10-ൽ, രണ്ടക്ക സംഖ്യകൾ തീരുന്നത് 99-ൽ. രണ്ടക്ക സംഖ്യകൾ തുടങ്ങുന്നത് 10-ൽ, രണ്ടക്ക സംഖ്യകൾ തീരുന്നത് 99-ൽ. 10 മുതൽ 99 വരെ എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ടെന്നറിയാൻ മക്കളെ 90 സംഖ്യകളുണ്ട്. 10 മുതൽ 99 വരെ 90 രണ്ടക്ക സംഖ്യകളുണ്ട്. അപ്പം നമുക്ക് ആകെ എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 90 രണ്ടക്ക സംഖ്യകളുണ്ട്. എവിടെ തുടങ്ങും? 10 തുടങ്ങും. എവിടെ തീരും? 99 തീരും. 10-ൽ തുടങ്ങി 99-ൽ തീരുന്ന 90 രണ്ടക്ക സംഖ്യകളാണ് ഉള്ളത്. അപ്പം നിങ്ങൾ ചില ആൾക്കാർക്ക് ഒരു സംശയം തോന്നും, സാറേ 10 മുതൽ 99 വരെ എങ്ങനെയാണ് 90 സംഖ്യകൾ വരുന്നത്? പറഞ്ഞുതരാം മക്കളെ. നിങ്ങൾ 99-ൽ നിന്ന് 10 കുറയ്ക്കുമ്പം നിങ്ങൾക്ക് 89 കിട്ടും അല്ലേ. അത് 10 കുറച്ച് കളയുമ്പോഴല്ലേ. ആക്ച്വലി നമുക്ക് 10ഉം കൂടെ വേണ്ടേ. അപ്പോൾ 89ൻ്റെ കൂടെ 1ഉം കൂടെ കൂട്ടുമ്പോൾ 90 സംഖ്യകൾ വരില്ലേ. 99-ൽ നിന്ന് 10 കുറച്ചാൽ നമുക്ക് 89 വരും. 10ഉം കൂടെ വേണം 10 മുതൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൻ്റെ കൂടെ 1ഉം കൂടെ കൂട്ടുന്നതല്ലേ. 90 രണ്ടക്ക സംഖ്യകളാട്ടോ. ഇനി രണ്ടക്ക സംഖ്യകൾ 90. ഇതിൽ രണ്ടക്കങ്ങളും ഒരേപോലെയുള്ള എത്ര എണ്ണം ഉണ്ട്? നമുക്കറിയാം 11, 22, 33 അങ്ങനെ 99 വരെ. രണ്ടക്കങ്ങൾ ഒരേപോലെയുള്ള 9 എണ്ണം ഉണ്ട്. ആണോ? 90 രണ്ടക്ക സംഖ്യകളിൽ രണ്ടക്കങ്ങളും ഒരേപോലെയുള്ള 9 എണ്ണം. അപ്പോൾ ബാക്കി 90 - 9 81 സംഖ്യകളിലും രണ്ടക്കങ്ങളും വ്യത്യസ്തങ്ങളല്ലേ മക്കളെ. അപ്പോൾ രണ്ടക്കങ്ങളും വ്യത്യസ്തങ്ങളായ രണ്ടക്ക സംഖ്യകളുടെ എണ്ണം 81 അല്ലേ. ചെയ്ത രീതി ഒന്നുകൂടെ പറയട്ടെ. രണ്ടക്കങ്ങൾ ഒരേപോലെയുള്ള രണ്ടക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം. ആകെ രണ്ടക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ട്? 90. ആകെ രണ്ടക്ക സംഖ്യകളിൽ നിന്ന് രണ്ടക്കങ്ങൾ ഒരേപോലെയുള്ള 9 സംഖ്യകൾ കുറച്ചാൽ ബാക്കി 81 സംഖ്യകളിലും രണ്ടക്കങ്ങളും വ്യത്യസ്തങ്ങളല്ലേ. അപ്പം രണ്ടക്കങ്ങളും വ്യത്യസ്തങ്ങളായ 81 സംഖ്യകളുണ്ട് കേട്ടോ. മൂന്നക്ക സംഖ്യകളിൽ 3ഉം ഒരേ അക്കം വരുന്ന സംഖ്യകളുടെ എണ്ണം. അത് എളുപ്പമല്ലേ. മൂന്നക്ക സംഖ്യകളിൽ 3ഉം ഒരേ അക്കം വരുന്ന സംഖ്യകളുടെ എണ്ണം 111, 222, 333, 444 എക്സെട്ര 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 999 അല്ലേ. എത്ര എണ്ണം ഉണ്ട് മക്കളെ? 9 എണ്ണം ഉണ്ട്. 9 എണ്ണം കണ്ടോ. അപ്പോൾ മൂന്നക്ക സംഖ്യകളിൽ 3 ഒരേ അക്കം വരുന്ന 9 എണ്ണം ഉണ്ട്. സോ ആൻസർ 9 ആണ് കറക്റ്റ്. നെക്സ്റ്റ്, എത്ര തവണ 16-ൽ നിന്ന് 4 കുറയ്ക്കാം? ഇതാ ചോദ്യം. 16-ൽ നിന്ന് എത്ര തവണ 4 കുറയ്ക്കാം എന്ന് ചോദിച്ചാൽ ആൻസർ ഒരു തവണ. 16-ൽ നിന്ന് എത്ര തവണ 4 കുറയ്ക്കാം എന്നല്ലേ. ഒരു തവണയെ കുറയ്ക്കാൻ പറ്റുള്ളൂ. 16-ൽ നിന്ന് ഒരു തവണയെ 4 കുറയ്ക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ. 16-ൽ നിന്ന് ഒരു തവണയെ 4 കുറയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ 12-ൽ നിന്നല്ലേ. ഇതൊരു റിമീറ്റോമി ചോദ്യമാണ്, പക്ഷെ എക്സാമിന് വന്നിട്ടുണ്ട്. 16-ൽ നിന്ന് എത്ര തവണ 4 കുറയ്ക്കാമെന്ന് വെച്ചാൽ ഒറ്റ തവണയെ 4 കുറയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ 12 ആയില്ലേ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1. 20-ൽ നിന്ന് എത്ര തവണ 5 കുറയ്ക്കാമെന്ന് ചോദിച്ചാൽ ഒരു തവണ. 15-ൽ നിന്ന് എത്ര തവണ 3 കുറയ്ക്കാമെന്ന് ചോദിച്ചാൽ ഒരു തവണ. 50-ൽ നിന്ന് എത്ര തവണ 10 കുറയ്ക്കാമെന്ന് ചോദിച്ചാൽ ഒരു തവണ. കേട്ടോ. അപ്പോൾ അത് ഒരു റിമീറ്റോമി ചോദ്യമാണ്. ആൻസർ 1 ആണ്. 20-ൽ നിന്ന് എത്ര തവണ 5 കുറയ്ക്കാം? ഒരു തവണ. ഓക്കെ. നെക്സ്റ്റ്, 0 മുതൽ 5 വരെയുള്ള എണ്ണൽ സംഖ്യകളിൽ മക്കളെ 0 മുതൽ 5 വരെയുള്ള എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാ? 1, 2, 3, 4, 5. ഇതാണ് 0 മുതൽ 5 വരെയുള്ള എണ്ണൽ സംഖ്യകൾ. 1, 2, 3, 4, 5. 0 ഒരു എണ്ണൽ സംഖ്യയല്ല. അപ്പോൾ 0 മുതൽ 5 വരെയുള്ള എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5 ആണ്. ഓക്കെ. ഓരോന്നിനോടും 3 വീതം കൂട്ടി പരസ്പരം ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം. ഓരോന്നിനോടും 3 വീതം കൂട്ടണം. അപ്പോൾ 0 മുതൽ 5 വരെയുള്ള എണ്ണൽ സംഖ്യകൾ ഇതൊക്കെയാണ് അല്ലേ മക്കളെ. ഇതാണ് 0 മുതൽ 5 വരെയുള്ള എണ്ണൽ സംഖ്യകൾ. ഇതിൽ ഓരോന്നിനോടും 3 കൂട്ടണം. ആദ്യം ഒന്നിനോട് 3 കൂട്ടാം. അപ്പം 4,
ഇൻറ്റു 2നോട് 3 കൂട്ടിയാൽ 5, 3നോട് 3 കൂട്ടിയാൽ 6, 4നോട് 3 കൂട്ടിയാൽ 7, 5നോട് 3 കൂട്ടിയാൽ 8. ഇതെല്ലാം കൂടെ ഗുണിച്ചാൽ എത്ര കിട്ടുന്നതാണ് ചോദ്യം അല്ലേ മക്കളെ? ആൻസർ 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു 7 ഇൻറ്റു 8 എത്ര കിട്ടും? 6720 എന്നാണ് ഉത്തരം കിട്ടുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. ചെയ്തത് പക്കയാണോ? ക്ലിയർ ആണോ? നന്നായിട്ട് മനസ്സിലായോ? എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം. 1 മുതൽ 15 വരെയുള്ള ഓരോ സംഖ്യയിൽ നിന്നും 10 വീതം കുറച്ച് പരസ്പരം ഗുണിച്ചാൽ എത്ര കിട്ടും? ഓക്കെ, 1 മുതൽ 15 വരെയുള്ള ഓരോന്നിൽ നിന്നും 10 കുറയ്ക്കണം. ഓക്കെ, ആദ്യം ഞാൻ 1ൽ നിന്ന് 10 കുറച്ചു, ഇൻറ്റു 2ൽ നിന്ന് 10 കുറച്ചു അല്ലേ? യെസ്. ഇൻറ്റു 3ൽ നിന്ന് 10 കുറച്ചു, എക്സെട്ര എക്സെട്ര എക്സെട്ര. ഇടയ്ക്ക് 10ൽ നിന്ന് 10 കുറയ്ക്കേണ്ട ഒരു സാഹചര്യം വരും. എക്സെട്ര എക്സെട്ര എക്സെട്ര. അവസാനം 15ൽ നിന്ന് 10 കുറയ്ക്കണം അല്ലേ? 1 മുതൽ 15 വരെയുള്ള ഓരോ സംഖ്യയിൽ നിന്നും 10 കുറയ്ക്കണം. അപ്പോൾ 1ൽ നിന്ന് 10 കുറച്ചു, 2ൽ നിന്ന് 10 കുറച്ചു, 3ൽ നിന്ന് 10 കുറച്ചു, ഇടയ്ക്ക് 10ൽ നിന്ന് 10 കുറയ്ക്കേണ്ട ഒരു സാഹചര്യം വരും. അവസാനം 15ൽ നിന്ന് 10 കുറച്ചു. ഇതെല്ലാം കൂടെ ഗുണിച്ചാൽ എത്ര കിട്ടുന്ന ചോദ്യം. ഇതെല്ലാം കൂടെ ഗുണിച്ചാൽ 0 ആയി പോകും. എന്താ കാരണം? 10ൽ നിന്ന് 10 കുറയ്ക്കുമ്പം അവിടെ ഒരു 0 വരുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം കൂടെ 0 ആയി പോകും. ശരിയാണോ? ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം. x-1 ഒരു ഒറ്റ സംഖ്യയാണെങ്കിൽ തൊട്ടടുത്ത ഒറ്റ സംഖ്യ. x-1 ഒരൊറ്റ സംഖ്യയാണെങ്കിൽ അടുത്ത ഒറ്റ സംഖ്യ കാണാൻ 2 കൂട്ടിയാൽ പോരെ മക്കളെ? 1 ഒരൊറ്റ സംഖ്യ, അടുത്ത ഒറ്റ സംഖ്യയാണ് 1നോട് 2 കൂട്ടും, അപ്പോൾ 3 കിട്ടും. അടുത്ത ഒറ്റ സംഖ്യ കാണാൻ 3നോട് 2 കൂട്ടും, അപ്പോൾ 5 കിട്ടും. അപ്പോൾ ഒറ്റ സംഖ്യകൾ കാണാൻ 2 കൂട്ടി പോയാൽ പോരെ? x-1 ഒരൊറ്റ സംഖ്യയാണെങ്കിൽ അടുത്ത ഒറ്റ സംഖ്യ കാണാൻ x-1നോട് 2 കൂട്ടണം. അപ്പം x-1 + 2 അല്ലേ? നമുക്ക് x+1 എന്ന് കിട്ടും. അപ്പം x-1 ഒരൊറ്റ സംഖ്യയാണെങ്കിൽ അടുത്ത ഒറ്റ സംഖ്യ x+1 ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ. ഒരു സംഖ്യയുടെ 1ന്റെ സ്ഥാനത്തെ അക്കം x ആണ്, ഒറ്റയുടെ സ്ഥാനത്തെ അക്കം x ആണ്. ശരി, അതിൻ്റെ 3 ഇരട്ടിയാണ് 10ന്റെ സ്ഥാനത്തെ അക്കം. ഇതിൻ്റെ 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ 3x. ഇതാണ് 10ന്റെ സ്ഥാനത്തെ അക്കം. ഓക്കെ, അപ്പോൾ ഇത് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം, ഇതാണ് 10ന്റെ സ്ഥാനത്തെ അക്കം. എങ്കിൽ സംഖ്യ ഏത്? ഇതൊരു നല്ല ചോദ്യമാണേ. ഇതൊരു നല്ല ചോദ്യമാണ്. നോക്കിയേ, ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം x ആണ്, 10ന്റെ സ്ഥാനത്തെ അക്കം x-ന്റെ 3 ഇരട്ടിയാണ്. അപ്പോൾ x ആണ് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എങ്കിൽ 10ന്റെ സ്ഥാനത്തെ അക്കം 3x ആണ്. ഓക്കെ, ഇതാണ് 10ന്റെ സ്ഥാനത്തെ അക്കം, ഇതാണ് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. റെഡി ആണല്ലോ? ശരി, ഇപ്പം ഞാൻ 35 എന്ന് എഴുതിയാലേ ഇതാണ് നമ്മുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം, ഇതാണ് നമ്മുടെ 10ന്റെ സ്ഥാനത്തെ അക്കം. മനസ്സിലായോ? 68 എന്ന് എഴുതിയാൽ ഇതാണ് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം, ഇതാണ് 10ന്റെ സ്ഥാനത്തെ അക്കം. 10th place 10ന്റെ സ്ഥാനത്തെ അക്കം. അതുപോലെ ഇവിടെ ഇവർ പറഞ്ഞേക്കുന്നത് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്താണ്? x ആണ്. ഓക്കെ, അതിൻ്റെ 3 ഇരട്ടിയാണ് 10ന്റെ സ്ഥാനത്തെ അക്കം. അപ്പോൾ ഇതാണ് 10ന്റെ സ്ഥാനത്ത്, ഇത് 1ന്റെ സ്ഥാനത്തെ അക്കം, ഇത് ആണ് 10ന്റെ സ്ഥാനത്തെ അക്കം. ക്ലിയർ ആണല്ലോ? ആണ്, സംശയമില്ല. ഇനി വേറൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം മക്കളെ. 25 എന്ന് പറഞ്ഞാലേ അതിനെ നമുക്ക് 2 × 10 + 5 എന്ന് എഴുതാം. ശരിയാണോ? 25 അല്ലേ? ആണ്. 68നെ എങ്ങനെ എഴുതാം? 6 × 10 + 8 എന്ന് എഴുതാം. ശരിയല്ലേ? 60 + 8. 96നെ എങ്ങനെ എഴുതാം? 9 × 10 + 6 എന്ന് എഴുതാം. അതല്ലേ 96. അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? ഇതിനെ 10ന്റെ സ്ഥാനത്തെ അക്കം 3x അല്ലേ? 3x × 10 + x എന്ന് എഴുതാം. കറക്റ്റാണോ ഞാൻ ചെയ്തത്? 25 എന്ന് പറഞ്ഞാൽ ഈ 10ന്റെ സ്ഥാനത്തെ അക്കത്തെ 10 കൊണ്ട് ഗുണിച്ചു, +5 എന്ന് എഴുതി. 68 എന്ന് പറയുമ്പം 10ന്റെ സ്ഥാനത്തെ അക്കം 6, അതിനെ 10 കൊണ്ട് ഗുണിച്ചു +8 എന്ന് എഴുതി. ഇവിടെ 10ന്റെ സ്ഥാനത്തെ അക്കം 3x ആണ്, അതിനെ 10 കൊണ്ട് ഗുണിച്ചു +x എന്ന് എഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാ? 30x + x ആണ്. അതെത്രയാ മക്കളെ? 31x. ആൻസർ 31x എന്ന് വരും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഞാൻ ചെയ്തത് മനസ്സിലായോ നിങ്ങൾക്ക്?
ഇത് ഞാൻ ഒന്നുകൂടെ പറയാം, ഒന്നുമില്ലെന്നേ, സിമ്പിൾ പരിപാടി നോക്കിക്കേ. അതായത് മക്കളെ 68 എന്ന സംഖ്യയിലെ 1ൻ്റെ സ്ഥാനത്തെ അക്കം 8ഉം 10ൻ്റെ സ്ഥാനത്തെ അക്കം 6ഉം അല്ലേ? അപ്പോൾ എനിക്ക് ഈ സംഖ്യേനെ 10ൻ്റെ സ്ഥാനത്തെ അക്കം 6ആണല്ലോ, അതിനെ 10 കൊണ്ട് ഗുണിക്കുക. 6 × 10 + 8 എന്ന് പറഞ്ഞാൽ 68നെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. 68 എന്ന് പറഞ്ഞാൽ 6 × 10 + 8. വേറെ ഉദാഹരണം എഴുതാം. 72 എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ തന്നെ പറയുവാണെങ്കിൽ 7 × 10 + 2 അല്ലേ ആണ്. അപ്പോൾ അതുപോലെ തന്നെ 3x ആണ് നമ്മുടെ ഇവിടുത്തെ 10ൻ്റെ സ്ഥാനത്തെ അക്കം, അടുത്ത സംഖ്യ x ആണ്. ഓക്കെ, 3xനെ എങ്ങനെ എഴുതാം? 3x × 10 + x എന്ന് എഴുതാം അല്ലേ മക്കളെ? അപ്പോൾ 30x + x എന്ന് വരും. അതാണ് 31x. 30x ഒരു എക്സും കൂടെ കൂട്ടിയാൽ 31x. സോ ആൻസർ 31x എന്ന് കിട്ടും. എക്സാമിന് ചോദിച്ചൊരു ചോദ്യം, നല്ല ചോദ്യമായിരുന്നു അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സംഖ്യാരേഖയിൽ നമ്മുടെ നമ്പർ ലൈൻ ഇല്ലേ മക്കളെ? സംഖ്യാരേഖ, നമ്പർ ലൈൻ എസ്. സംഖ്യാരേഖയിൽ എന്തൊക്കെയുണ്ട്? 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, അതുപോലെ -1 ഉണ്ട്, -2 ഉണ്ട്, -3 ഉണ്ട് അല്ലേ? സംഖ്യാരേഖയിൽ -5 മുതൽ, ഓക്കെ നമുക്കതും കൂടെ ഒന്ന് വരച്ചേക്കാം നിങ്ങൾക്ക് മനസ്സിലാവാൻ. ഇത് -4, ഇത് -5 അല്ലേ? ഇത് 3, ഇത് 4, ഇത് 5, നമുക്കൊരു 6ഉം കൂടെ വരയ്ക്കാം. ഓക്കെ, സംഖ്യാരേഖയിൽ -5 മുതൽ 6 വരെയുള്ള അകലം, ഈ അകലമാണ് ചോദിച്ചേക്കുന്നത്. സംഖ്യാരേഖയിൽ -5 മുതൽ 6 വരെയുള്ള അകലം. മക്കളെ, സംഖ്യാരേഖയിലെ ഏതെങ്കിലും 2 സംഖ്യകൾ തമ്മിലുള്ള അകലം ചോദിച്ചാൽ എപ്പോഴും ഓർക്കുക, വലിയ സംഖ്യയെന്ന് ചെറിയ സംഖ്യ കുറച്ചാൽ മതി, നിങ്ങൾ പഠിച്ചാൽ മതി. വലിയ സംഖ്യ മൈനസ് ചെറിയ സംഖ്യ ചെയ്താൽ മതി, വേറെ ഒരു പ്രശ്നമില്ല. ഇതൊന്ന് ഓർത്ത് വെച്ചു. സംഖ്യാരേഖയിലെ ഏതെങ്കിലും 2 സംഖ്യകൾ തമ്മിലുള്ള അകലം ചോദിച്ചാൽ എപ്പോഴും അതിലെ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കുറച്ച് എഴുതിയാൽ മതി. ഏതാ ഇതിലെ വലിയ സംഖ്യ? -5 ഉണ്ട്, 6 ഉണ്ട്. ഇതിലെ വലിയ സംഖ്യ 6 അല്ലേ? അതിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കണം. മൈനസ് ചെറിയ സംഖ്യ -5 അല്ലേ? സോ 6 + 5 ആൻസർ 11 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അപ്പം സംഖ്യാരേഖയിലെ ഏതെങ്കിലും 2 സംഖ്യകൾ തമ്മിലുള്ള അകലം ചോദിച്ചാൽ എന്ത് ചെയ്യണം? ആ 2 സംഖ്യയിൽ വലിയ സംഖ്യയും ചെറിയ സംഖ്യ കുറച്ച് വേണം. അത്രയും മാത്രം അറിഞ്ഞാൽ മതി, വേറെ ഒന്നുമില്ല. ടെക്നിക്ക് മനസ്സിലായല്ലോ? എങ്കിൽ അടുത്തൊരു ചോദ്യം നോക്കാം. സംഖ്യാരേഖയിലെ -50 മുതൽ -15 വരെയുള്ള അകലം. ഒരെണ്ണം -50, ഒരെണ്ണം -15. ഏതാ ഇതിലെ വലിയ സംഖ്യ? -15 വലുത്. ഇതിൽ നിന്ന് ഇതിലെ ചെറിയ സംഖ്യ കുറയ്ക്കണം. -50 ആണ് ചെറുത് അല്ലേ? അപ്പോൾ -15 + 50 എന്ന് വരും. ആണോ? = 35 എന്ന് കിട്ടും. സോ ആൻസർ ഓപ്ഷൻ സി ആണ് മക്കളെ, 35. ചെയ്തത് പക്കയാണല്ലോ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏതൊരു 2 അക്ക സംഖ്യയിൽ നിന്നും ആ സംഖ്യയുടെ അക്കങ്ങളുടെ തുക കുറച്ചാൽ ലഭിക്കുന്ന സംഖ്യ? ഓപ്ഷൻ എ 2ൻ്റെ ഗുണിതമായിരിക്കും. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 9ൻ്റെ ഗുണിതമായിരിക്കും. ഓപ്ഷൻ സി 5ൻ്റെ ഗുണിതമായിരിക്കും. ഓപ്ഷൻ ഡി 7ൻ്റെ ഗുണിതമായിരിക്കും. ഒരു 2 അക്ക സംഖ്യയിൽ നിന്നും ആ സംഖ്യയുടെ അക്കങ്ങളുടെ തുക കുറച്ചാൽ ലഭിക്കുന്ന എന്താണെന്ന് നമുക്കറിയത്തില്ല. എന്ത് ചെയ്യും? എക്സാമ്പിൾ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു 2 അക്ക സംഖ്യ എഴുതി 27 ഒരു 2 അക്ക സംഖ്യയല്ലേ? ഇതിൽ നിന്ന് ഇതിൻ്റെ അക്കങ്ങളുടെ തുക കുറച്ച് 2 7 9, അക്കങ്ങളുടെ തുക 9 കുറച്ചു. എനിക്ക് എത്ര കിട്ടി? 18 കിട്ടി. ശരി, വേറെ 2 അക്ക സംഖ്യ എഴുതാം. 34 ആണോ മക്കളെ? അക്കങ്ങളുടെ തുക 3 4 7 കുറച്ച് എത്ര കിട്ടും? 27. ഓക്കെ, വേറെ 2 അക്ക സംഖ്യ എഴുതാം മക്കളെ. 92 അക്കങ്ങളുടെ തുക കുറച്ച് 9 2 11, എത്ര കിട്ടും? 81 കിട്ടും. വേറെ 2 അക്ക സംഖ്യ എഴുതാം. 12 അക്കങ്ങളുടെ തുക കുറച്ച് 3 1 2 3, എത്ര കിട്ടും? 9. ഇനി നിങ്ങൾ തന്നെ പറ, ഒരു 2 അക്ക സംഖ്യയിൽ നിന്നും അതിൻ്റെ അക്കങ്ങളുടെ തുക കുറച്ചാൽ ലഭിക്കുന്ന സംഖ്യ 18 27 81 9, ഇതെല്ലാം 9ൻ്റെ ഗുണിതമായിരിക്കും. ഓപ്ഷൻ ബി അല്ലേ കറക്റ്റ്? അപ്പോൾ ആ സാധനം ഒന്ന് സൈഡിൽ എഴുതി വെച്ചോ. ഒരു 2 അക്ക സംഖ്യയിൽ നിന്നും ആ സംഖ്യയുടെ അക്കങ്ങളുടെ തുക കുറച്ചാൽ ലഭിക്കുന്ന സംഖ്യ 9ൻ്റെ ഗുണിതമായിരിക്കും കേട്ടോ. ഒരു 2 അക്ക സംഖ്യയിൽ നിന്നും ആ സംഖ്യയുടെ അക്കങ്ങളുടെ തുക കുറച്ചാൽ ലഭിക്കുന്ന സംഖ്യ 9ൻ്റെ ഗുണിതമായിരിക്കും. മറക്കണ്ട, എഴുതി വെച്ചോണം കേട്ടോ.
അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ സംഖ്യകളുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ് ഇപ്പം കണ്ടത്. കുറേ ചോദ്യങ്ങൾ പഠിച്ചു. ചോദ്യങ്ങൾ കടൽ പോലെ ഉണ്ട്. ഈ ചാപ്റ്റർ നമുക്കുള്ള ചാപ്റ്ററിൽ ഏറ്റവും വലുതാണ്. ഇത് തീരാത്തതുകൊണ്ട് സങ്കടപ്പെടരുത്. നിങ്ങൾ എപ്പോഴും ഓർക്കണം, ഞാൻ ക്ലാസ്സിൽ ഒരു ചോദ്യം പഠിപ്പിച്ചിട്ട് എക്സാമിന് പോകുമ്പോൾ അത് കാണുന്നതാണോ, ആദ്യമായിട്ട് എക്സാമിന് ഒരു ചോദ്യം കാണുന്നതാണോ നല്ലത്? എന്തായാലും സംശയം വേണ്ട, ക്ലാസ്സിൽ പഠിപ്പിച്ച ചോദ്യം എക്സാമിന് കാണുന്നതാണ് നല്ലത് അല്ലേ? അതുകൊണ്ട് കൂടുതൽ നോട്ട്സ് കിട്ടിയാൽ കുറച്ചുകൂടെ സേഫ് ആകും നമ്മൾ. അല്ലെങ്കിൽ എക്സാമിന് ചെന്നിരിക്കുമ്പോൾ പുതിയ ചോദ്യങ്ങൾ എക്സാമിന് സമയത്തായിരിക്കും കാണുന്നത്. അപ്പോൾ ആ സമയത്ത് വെപ്രാളപ്പെടണ്ട, നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ട് പോവുക. അപ്പോൾ അതുകൊണ്ട് പരമാവധി ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. അതാണ് നമ്മുടെ ഒരു രീതി. ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പഠിച്ചാൽ അതിൽ നിന്ന് മാർക്ക് പോകരുത്, ആ ഒരു വാശി വേണം. അങ്ങനെ ഒരു ചാപ്റ്ററെ പഠിച്ചോളൂ, ഓക്കെ ആയിക്കോട്ടെ, അതിൽ നിന്നുള്ള മാർക്ക് കിട്ടിയിരിക്കണം. ഇല്ലാതെ എല്ലാ ചാപ്റ്ററും കുറച്ച് കുറച്ച് നോക്കിയിട്ട് പോയിട്ട് ഒന്നും അറിയത്തില്ലാത്തതിനേക്കാൾ നല്ലത് പഠിച്ച ചാപ്റ്ററിൽ നിന്ന് മാർക്ക് പോകരുത്. മാത്സിൻ്റെ പ്രത്യേകത, ഈ സാധനത്തിന് അപ്ഡേഷൻ ഇല്ല. എല്ലാ എക്സാമിനും കൂടെ ഒറ്റ പഠിത്തം പഠിച്ചാൽ മതി. 10th 12th ഡിഗ്രി ഇതിൻ്റെയൊക്കെ സിലബസ് സെയിമാണ്. അപ്പോൾ എല്ലാത്തിനും കൂടെ ഒറ്റ പഠിത്തം പഠിച്ചാൽ നമുക്ക് എല്ലാ പരീക്ഷയും യൂസ് ചെയ്യാം. അത് ഒന്നൊന്നര പഠിത്തം പഠിക്കുക കേട്ടോ. അപ്പം മക്കളെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി ലൈക്കായി രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.